റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വെട്ടിപ്പ് ആരോപണത്തിൽ CPM നേതൃത്വത്തെ തുറന്ന സംവാദത്തിന് വെല്ലുവിളിച്ച് വി കുഞ്ഞികൃഷ്ണൻ. ചോദ്യങ്ങൾക്കുത്തരമില്ലാത്തതിനാൽ വ്യക്തിഹത്യ നടത്തുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോഴാണ് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് TI മധുസൂദനല്ല, ജില്ലാ സെക്രട്ടറി അല്ല, ആരും സംവാദത്തിന് തയ്യാറായാലും, ഈ പാർട്ടിയുടെ നേതാക്കന്മാരാര് സംവാദത്തിന് സന്നദ്ധമായാലും ഞാനതിനൊരുക്കമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കർശന സുരക്ഷയിലാണ് ചടങ്ങ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ CPMന്റെ ജാഥ നടക്കുമ്പോഴാണ് പയ്യന്നൂരിൽ പുസ്തക പ്രകാശനം നടക്കാനിരിക്കുന്നത്. എത്ര മണിക്കാണ് പ്രകാശനം? കനത്ത പോലീസ് സുരക്ഷയാണോ? സ്മൃതി, വൈകിട്ട് 4:30 പയ്യന്നൂർ ടൗണിലെ ഗാന്ധി പാർക്കിൽ വെച്ചാണ് പുസ്തകം പ്രകാശനം ചെയ്യുക. ജോസഫ് C. മാത്യു ആണ് ഈ ചടങ്ങ് നിർവഹിക്കുകയും ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത പോലീസ് സുരക്ഷ ഈ പുസ്തക പ്രകാശന ചടങ്ങിനുണ്ടാകും. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി അനുസരിച്ചാണ്. ഇതിൽ കൃത്യമായ കണക്കുകൾ, വിവരങ്ങളൊക്കെ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ അവകാശവാദം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക ബോംബ് CPMനകത്ത് വീണ് പൊട്ടുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. 16 അധ്യായങ്ങളാണ് സ്മൃതി ഈ പുസ്തകത്തിലുള്ളത്. 97 പേജുകളിലായി. പ്രിയ സഖാക്കളോട് എന്ന ആദ്യത്തെ അധ്യായം മുതൽ പാർട്ടി പ്രവർത്തനത്തിന്റെ അന്ത്യം എന്ന 16 അധ്യായം വരെ ഇതിലൊക്കെ കൃത്യമായ കണക്കുകളുണ്ട് എന്ന് കുഞ്ഞികൃഷ്ണൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിലിനി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് എത്തും, പയ്യന്നൂരിലെ അണികൾക്കിടയിലേക്ക് എത്തും. അവർ ഈ പുസ്തകം വായിക്കുകയും തുടർന്ന് അതിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തന്നെ പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായ വിശദീകരണം തങ്ങൾ നൽകുമെന്നുള്ളതാണ് CPMന്റെ ഭാഗത്ത് വിവരങ്ങൾ നൽകിയത്.